അങ്ങനെ കുറേ നേരത്തെ അടിയും പിടിയും ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇപ്പം ടൈഗർ ഹില്ലിലോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പൈൻ മരങ്ങളുടെ ഇടയിൽ കൂടെയൊക്കെയാണ് പോകുന്നത്. അത് വണ്ടിയൊക്കെ ഒരു മയമില്ലാത്ത രീതിയിലാണ് ഞങ്ങൾ ഓടിച്ചുകൊണ്ട് അവിടെ എത്തിച്ചത്. ഒരു കണക്കിന് നന്നായി. അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് വ്യൂവും കാണാൻ പറ്റി. അതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്ക് ഇത് വീഡിയോ എടുത്തില്ല. ഗൈസ്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മൗണ്ട് എവറസ്റ്റ്. ഇത് ക്യാമറയിലൊന്നും കാണുന്നൊന്നുമല്ല, ബട്ട് എടുക്കണമല്ലോ, ഒരു മെമ്മറി വേണമല്ലോ. ഇത് സ്വപ്നം പോലെ സ്വപ്നം. ഇതെന്താണത്? എനിക്ക് മറ്റേ സഞ്ചാരികളിലെ എന്തായിരുന്നു പുള്ളിയുടെ പേര്? ആ പുള്ളി നമ്മുടെ പേരൊക്കെ മറന്നുപോയി ഗൈസ്. അപ്പോൾ അയാളെ പോലൊക്കെ എനിക്ക് വളരെ വർണ്ണിച്ചിങ്ങനെ സുഹൃത്തുക്കളെ ഇതൊക്കെ പറയണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് അതൊന്നും വരുന്നൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം ഇവിടെ ഇപ്പം ഡിഗ്രി 8 ഡിഗ്രി സെൽഷ്യസിലാണ്. പക്ഷേ ഇതെന്താ ഇത്? ഈ ക്യാമറയിൽ കാണുന്നതിൻ്റെ 100 ഇരട്ടി. അതിൻ്റെ കൂടെ എൻ്റെ ഒരു ഫോണിൻ്റെ ക്യാമറയുടെ ഗുണവും ഉണ്ട്. ബട്ട് എൻ്റെ ദൈവമേ, നമ്മളിപ്പോൾ ആകാശത്താണ് നിൽക്കുന്നത്. ആകാശത്ത് നോക്കിയ ക്ലൗഡ് ബെഡ് നോക്കിയ ആകാശവും നമ്മൾ ഒരേ ലെവലിൽ. അതിന് മേലെയാണ് ഈ മൗണ്ട് എവറസ്റ്റ് നമ്മൾ കാണുന്നത്. അമ്പോ, ഒന്നും പറയാനില്ല. ഒന്നും വിഷയം. ഇറ്റ്സ് ഞങ്ങളുടെ ഡ്രൈവർ ഒരു തെണ്ടി. അവൻ പറഞ്ഞാൽ ഇവിടെ വരാൻ പറ്റില്ല, ഇവിടെ അടിയാണ്, ബഹളമാണ്, വ്യൂ പോയിൻ്റ് അടച്ചു, തെക്ക മങ്ങ തേങ്ങ. ഒരു വലിയ യുദ്ധത്തിന് ശേഷം വി കെയിം ഹിയർ ഫോർ സീയിങ് ദിസ് മൗണ്ടൻ. ആക്ച്വലി ഇത് എനിക്ക് നമ്മളിത് വീഡിയോ കാണുന്നവർക്ക് അവിടെ നിന്ന് കാണുന്നവർക്ക് ചിലപ്പം പിന്നെ ഓവർ എന്നൊക്കെ തോന്നും. പക്ഷേ ഈ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു ഡ്രീം പോലെ തോന്നുന്നുണ്ട്. നോക്കിയേ, ഹിയർ ഈസ് ദ മൗണ്ടൻ. He's the one who our driver. आप लोग भी घूमने आइए टाइगर हिल. Yes. He's the one who I said. Yes. ഡാർജിലിംഗിലേക്ക് വരുന്ന സഞ്ചാരികളുടെ ഒരു വളരെ പ്രശസ്തമായ ഇടമാണ് ടൈഗർ ഹിൽ. ഇവിടെ നിന്ന് മഞ്ഞുമൂടിയ ഹിമാലയ പർവ്വതങ്ങളും കാഞ്ചൻജംഗയും എവറസ്റ്റ് കൊടുമുടിയുടെ ഒരു ഭാഗവും കാണാൻ സാധിക്കുന്ന ഇന്ത്യയിലെ 3 വ്യൂ പോയിന്റുകളിൽ ഒന്നാണ് ടൈഗർ ഹിൽ. അതുപോലെ ഇവിടെ വന്ന് ആസ്വദിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് സമയം എന്ന് പറയുന്നത് ഒക്ടോബർ മുതൽ ഡിസംബറും അതുപോലെ ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെയാണ് ഏറ്റവും നല്ല സമയം. നടക്കും മര്യാദയ്ക്ക്, ഇങ്ങനെ ഉന്തി നടക്കുന്നു. അങ്ങോട്ട് നടക്കും പ്രീതി. ഇടതുവശം എന്തിനാ? അങ്ങനെ ഞങ്ങൾ നിന്നും നടന്നും ഓടിയൊക്കെ കുറേ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്കാണ് പോകുന്നത്. അങ്ങനെ എവറസ്റ്റിൻ്റെ ക്ലൗഡ് ബെഡ് കൊണ്ട് മൂടാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോയാലോ?